ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബി സുഷൻ. നമ്മുടെ ഫോണില് നമ്മൾ സാധാരണ ജിമെയിൽ ഉപയോഗിക്കാറുണ്ട്. ജിമെയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു ജിമെയിൽ ഐ ഡി ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐഡികൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനുള്ളിൽ പ്രശ്നം കിടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ഫോണിലുള്ള ജിമെയിൽ ഐ ഡികൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ വാങ്ങിയവരാണെങ്കിൽ ഏതെങ്കിലും ജിമെയിൽ ഐ ഡി നമ്മുടെ അക്കൗണ്ടില് നമ്മൾ അറിയാതെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലുള്ള പല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് നമ്മൾ അതിൽ പോയിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ജിമെയിൽ ഐ ഡികളൊക്കെ വേഗം റിമൂവ് ചെയ്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇത് പലർക്കും അറിയില്ല, എങ്ങനെയാണ് നമ്മൾ ഏത് ജിമെയിൽ ഐ ഡിയിലാണ് കിടക്കുന്നത്, അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യാന്ന് പലർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ജിമെയിൽ ഐ ഡികൾ നിങ്ങൾ ഉപയോഗിക്കാത്തതാണെങ്കിൽ ഉടൻ റിമൂവ് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈലില് നമ്മൾ ജിമെയിൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗൂഗിളിലും അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്ക് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്ന ജിമെയിൽ ഐഡികളൊക്കെ നമ്മുടെ ഫോണിൽ ഓൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് റിമൂവ് ചെയ്ത് ഒഴിവാക്കണം. അത് എവിടെയാണ് ഉള്ളത് എന്നുള്ളതും നമുക്ക് അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതും കാണിച്ചു തരാം. അതിനായി നമ്മൾ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗൂഗിളിന്റെ തൊട്ട മേലെയാണ് കാണിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറെ അക്കൗണ്ടുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച അക്കൗണ്ടുകളാണ് കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അല്ലെ? ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഫോണിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇമെയിൽ ഐ ഡികളും ഇവിടെ കാണാം. നിങ്ങൾ കണ്ടോ? ഇത്രയധികം അക്കൗണ്ടുകൾ നമുക്ക് നമ്മുടെ ഫോണിൽ, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഫോണാണ് വാങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഫോണിലുള്ള ഇമെയിൽ ഐ ഡി നമ്മളിവിടെ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ ഓപ്പൺ ആണെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള രഹസ്യങ്ങൾ, ഫോട്ടോകൾ, കാര്യങ്ങളെല്ലാം ഇത് മറ്റൊരു ഫോണിൽ ജിമെയിൽ ഐ ഡി ഓപ്പൺ ആണെങ്കിൽ അവർക്കും കൂടി കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. ഇവിടെ കണ്ടില്ലേ, കലണ്ടർ, കോണ്ടാക്ട്സ്, ജിമെയിൽ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ സിങ്ക് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ നിങ്ങൾ ഉപയോഗിക്കാത്ത ജിമെയിൽ ഐ ഡികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അത് റിമൂവ് ചെയ്ത് വെക്കുക. എങ്ങനെ ഒഴിവാക്കുക? ആ മുകളിലുള്ള 3 ഡോട്ട്സ് കാണുന്നില്ലേ? ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, സിങ്ക് കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട താഴെ റിമൂവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉടൻ തന്നെ ഫോൺ എടുത്ത് നോക്കുക. നിങ്ങൾ ആരെങ്കിലും ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത, പണ്ട് ആരെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന ഇമെയിൽ ഐ ഡികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ റിമൂവ് ചെയ്ത് ഒഴിവാക്കുക. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്.